ഇവിടെ സാക്കിനത്തായ നൂനിന്റെയും തെൻവീനിന്റെയും ശേഷം 4 അക്ഷരങ്ങൾ വന്നിരിക്കുന്നു. ഈ അക്ഷരങ്ങൾ വന്നാൽ ഈ 4 അക്ഷരങ്ങളെയും ഇദ്ഗാം ചെയ്ത് ഉന്നത്തോടുകൂടി പാരായണം ചെയ്യണമെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഉദാഹരണമായി നോക്കൂ, ഇവിടെ സാക്കിനത്തായ നൂനിന് ശേഷം ഈ നൂന് വന്നിരിക്കുന്നു. അപ്പോൾ ഷദ്ദോടുകൂടി ഇദ്ഗാം ചെയ്യണം. ഇവിടെ നോക്കൂ, സാക്കിനത്തായ നൂനിന് ശേഷം ഈ മീം വന്നിരിക്കുന്നു. അപ്പോൾ നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. മിമ്മാഇൻ, അപ്പോൾ മീമിന് ഷദ്ദ് വന്നു. അതേപോലെ തൻവീന് ശേഷം ഈ നൂൻ വന്നിരിക്കുന്നു. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, ഖൗലുൻ മഅറൂഫ്. ഇവിടെയെല്ലാം ഇദ്ഗാം കാമിലായിക്കൊണ്ടാണ് ഓതേണ്ടത്. മറിച്ച് വാവും യാവുമാണ് വന്നതെങ്കിൽ നോക്കൂ, വാവിന് ഷദ്ദ് കൊടുക്കാൻ പാടില്ല. മയഖൂലു, ഇവിടെയും യാവിന് ഷദ്ദ് കൊടുക്കാൻ പാടില്ല. റഹീമും വദൂദ്, ഇവിടെയും വാവിന് ഷദ്ദ് കൊടുക്കാൻ പാടില്ല. വുജൂഹുൻ യൗമഇദിൻ, ഇവിടെ യാവിന് ഷദ്ദ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ സാക്കിനത്തായ നൂനിന്റെയും തെൻവീനിന്റെയും ശേഷം വാവും യാവുമാണ് വരുന്നതെങ്കിൽ ഷദ്ദില്ലാതെ ഇദ്ഗാം ചെയ്ത് ഓതണം എന്നാണ് നിയമം. എന്നാൽ ഇവിടെ നാം ആദ്യമേ പറഞ്ഞു, സാക്കിനത്തായ നൂനും തെൻവീനും ഒരു ഭാഗത്തും ഈ 4 അക്ഷരങ്ങൾ മറുഭാഗത്തും വന്നെങ്കിൽ മാത്രമേ ഈ നിയമം ബാധകമുള്ളൂ. എന്നാൽ ഇതുപോലെ സാക്കിനത്തായ നൂനും വാവ് ഈ 4 അക്ഷരവും ഒരേ പദത്തിൽ വന്നാൽ, ഇവിടെ നോക്കൂ, നൂനിന് ശേഷം യാ വന്നിരിക്കുന്നു, നൂനിന് ശേഷം വാവ് വന്നിരിക്കുന്നു, നൂനിന് ശേഷം ഇവിടെ വാവ് വന്നിരിക്കുന്നു, നൂനിന് ശേഷം യാ വന്നിരിക്കുന്നു, എല്ലാം ഒരു പദത്തിലാണ് വന്നത് കേട്ടോ. ഇങ്ങനെ വന്നാൽ ഈ നിയമം ബാധകമല്ല. സാക്കിനത്തായ നൂനിന് ശേഷം യാ മറ്റൊരു പദത്തിലായിരുന്നു വരേണ്ടിയിരുന്നത്. ഇവിടെയും സാക്കിനത്തായ നൂനിന് ശേഷം വാവ് മറ്റൊരു പദത്തിലാണ് വരേണ്ടിയിരുന്നത്. ഇവിടെയെല്ലാം ഒരേ പദത്തിൽ വന്നിരിക്കുന്നു. ദുനിയ, ഖിൻവാൻ, സിൻവാൻ, ബുനിയാൻ, ഇങ്ങനെ 4 പദങ്ങൾ ഖുർആനിൽ കാണാം. ഇവിടെ ഇദ്ഗാം ബി ഗുന്ന എന്ന നിയമം പാടില്ല. മറിച്ച് ഇവിടെ ഇൽഹാറാണ് വേണ്ടത്, വ്യക്തമാക്കി ഓതുകയാണ് വേണ്ടത്. നാലാമതായി ശ്രദ്ധിക്കുക, ഇദ്ഗാം ബിലാ ഗുന്ന. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇരട്ടിപ്പിക്കുക, ബിലാ ഗുന്ന മണിക്കാതെ. ഇനി നമുക്ക് ഈ നിയമം വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കും. സാക്കിനത്തായ നൂനിന്റെയോ തെൻവീനിന്റെയോ തൊട്ട് പിന്നിൽ ലാമോ റോ വന്നാൽ മണിക്കാതെ ഇരട്ടിപ്പിച്ചോതേണ്ടതാണ്. ലാമും ഇദ്ഗാം ചെയ്തിട്ട് ഓതിടയ്യാർ. ലാമും ഇദ്ഗാം ചെയ്തിട്ട് ഓതിടയ്യാർ. വൈലുല്ലി കുല്ലിയും മിർ റബ്ബിഹിം, അതിനുള്ള മസലായുരത്തിടുന്നു. വൈലുല്ലി കുല്ലിയും മിർ റബ്ബിഹിം, അതിനുള്ള മസലായുരത്തിടുന്നു. ലാമും ഇദ്ഗാം ചെയ്തിട്ട് ഓതിടയ്യാർ. അപ്പോൾ സാക്കിനത്തായ നൂനിന്റെയോ തെൻവീനിന്റെയോ തൊട്ട് പിന്നിൽ ലാമോ റോ വന്നാൽ നൂനിനെയും തെൻവീനിനെയും മണിക്കാതെ ഇരട്ടിപ്പിച്ച് ഓതേണ്ടതാണ്. ഉദാഹരണം നോക്കൂ, മില്ലദുന്ന, സാക്കിനത്തായ നൂനിന് ശേഷം ഈ ലാമു വന്നിരിക്കുന്നു, മില്ലദുന്ന. വൈലുൻ, വൈലുൻ പ്ലസ് ലിക്കുല്ലി, വൈലുൽ ലിക്കുല്ലി. തെൻവീന് ശേഷം ഈ ലാമു വന്നിരിക്കുന്നു. മിൻ, മിർ റബ്ബിഹിം, സാക്കിനത്തായ നൂനിന് ശേഷം ഈ റാ വന്നിരിക്കുന്നു, മിർ റബ്ബിഹിം. ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം, തെൻവീന് ശേഷം റാ വന്നിരിക്കുന്നു. ഇവിടെയെല്ലാം മണിക്കാതെ ഇരട്ടിപ്പിച്ച്